അങ്ങോട്ട് കുരുങ്ങുമീനെ. ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യില് സോഡ കുപ്പിയാ. This is കൊച്ചി കായൽ. മാറ്റമുണ്ടല്ലേ? No, front water. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ? See this net? Made in China. China? Yeah. Oh. 6 മാസം ഗ്യാരണ്ടിയേ ഉള്ളൂ. ചൂണ്ടക്കെറുക്കാൻ ഇരയില്ലാതിരിക്കായിരുന്നു ഇവനെ കൊരുത്തിട്ടാ. One useless fellow. 1 minute. എന്താ ബ്രിട്ടാ പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിയപ്പോ ചൂണ്ടടല് തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ പെടി. സ്രാവിന് ഈ വെള്ളത്തിന്നോ, അതും ഈ ചൂണ്ട കൊണ്ട്? കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. വരൂ സ്രാവേ വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ? നിന്റെ പേരെന്താ? ജപ്പാൻ ബാബു. എടാ, ഇത്രയും പോന്ന് നിനക്ക് ജപ്പാൻ ബാബു ഒന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ, എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. ഗേൾസ്, ഇനി ഇവിടെ നിന്നാ ഇവൻ എന്നെ കുറിച്ച് ചൂണ്ടയിടും. ലെറ്റ്സ് ഗോ. അതാ നല്ലത്. ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. Oh my God, മീൻ again. Awesome. What exactly is that? This is special liquid. ഇതിന്റെ മണം കൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. Give me one bottle. എന്റെ കയ്യിൽ only 2 bottles. Oh, please give me one. With this tickets, 750 rupees. All right. You are okay? I'll give you the money. Okay, give me. പുല്ല് വളയണമില്ല. Give me. Thank you. Chill, ma'am. പിടി. Okay. It will be a great cat. 780 രൂപ. പഴശ്ശിരാജയെ കൊന്ന അന്ന് മുതൽ ഈ പന്നികളെ ഞാൻ ഓങ്ങി വെച്ചേക്ക. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി. 750. ഇന്നത്തെ കാര്യം ഓക്കെ. Stop, yeah. Come on, Dad. Come on. Hey, my son. How is my coat? Britas grand അല്ലേ? ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്. പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? കണ്ടില്ലേ, ബിഗ് പാറ്റ. ബ്രിട്ടൻ സാഹിബിലേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പാറ്റയോ? നോ, ദിസ് കോട്ട്. ഓഹോ. അദ്ദേഹത്തിന്റെ മകനെ ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1976 എന്നാ ഓട്ടോയിലേക്ക് കയറ്. ഗ്ലാഡിസ്, ഡോറ, Yes? ഡെറി, കം ഗെറ്റ് ഇറ്റ് ഓട്ടോ. വെഡിങ് തുടങ്ങും, ഫുഡ് ഫിനിഷ് ആവും. ഓ, യു ഹാവ് മണി ഫോർ ഓട്ടോ? ഐ ഡോണ്ട് ഹാവ്. ഓ, മറന്നുപോയി. ദാ, ഇത് കല്യാണത്തിന് കൊടുക്കാനുള്ളതാ. ഓ, ഇത് 250 ഉണ്ടല്ലോ. 50 ഞാൻ എടുത്തോട്ടെ ഫോർ മൈ എക്സ്പെൻസ്. വേണ്ട. ദാ, ഇത് 50 രൂപയുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. താങ്ക് യു മൈ സ്വീറ്റ്. ഓക്കെ. Come. Bye, my son. Come on, quick. Don't waste time, you know. മമ്മ, ഫുഡ് റെഡിയാണോ? Yes, കഞ്ഞിയുണ്ട് and ചമ്മന്തി. പ്രോൺസ് പൗഡറും ഉണ്ട്. ഓക്കെ. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. You don't know. Poor fellow. Go. ഹലോ, ഇത് SBI ബാങ്കിൽ നിന്നാണ്. റാം സർ. പത്മ, ഹൗസിംഗ് ലോൺ ഒരുപാട് ഡ്യൂസ് ഉണ്ടല്ലോ. എഡ്യൂക്കേഷൻ ലോണിലും ഒരുപാട് കുടിശ്ശികയുണ്ട്. RBI റൂൾ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല സർ. കുറച്ച് ഗോൾഡെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും ഡ്യൂസ് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ പലിശ കൂടും. ശരി സർ. ബാങ്കിൽ നിന്നല്ലേ? പത്മയില്ലാത്തപ്പോ ഒരു ദിവസം വിളിച്ചിരുന്നു. ഞാൻ പറയാൻ മറന്നതാ. ഈ ഒറ്റയ്ക്കുള്ള വണ്ടി വലിയൊന്ന് നിർത്തുന്നേ. മോനോടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ. അതിന് അവനൊരു കര പറ്റിയിട്ടില്ലല്ലോ ആയിഷേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നീ വലിയ വാചകടിയായിരുന്നല്ലോ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലിയാകും, കാശ് കിട്ടുന്നൊക്കെ. അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളല്ലേ. മക്കള് വലിയവരാകണത് സ്വപ്നം കാണാത്ത ഏത് മാതാപിതാക്കളാ ഉള്ളത്? എല്ലാം നടക്കും.
good one. Good one. Where is Britas? Britas will come soon. Do one thing. Shall we go to Giant Wheel? Yeah, why not? Not. Ohayo gozaimasu. Ohio gozaimasu. Konnichiwa. Totomai. എന്റെ സ്വപ്നങ്ങൾക്ക് പൊക്കം വെക്കുകയാണല്ലോ ദൈവമേ. ദാസപ്പൻ സാറ് മുട്ടിച്ച് ചെന്നപ്പോ ഇത്രയും മുറ്റാണെന്ന് കരുതിയില്ല. ഐ ലൈക്ക് ജപ്പാൻ. വാട്ട് എ സ്മോൾ കൺട്രി. See, my t-shirt is made in Japan. My mala is made in Japan. My hairstyle is made in Japan. Totally, I am Japanese technology. ജപ്പാൻ പോലും ജപ്പാൻ ഒരെണ്ണാന് ചപ്പാൻ പോലും യെസ് മൈ ഡിയർ ദേ കമ്മിങ്. ഹലോ, കുട്ടിക്ക് SMS ഫ്രീ ആണോ? എനിക്ക് SMS ഫ്രീ ആണ്. മേത്ത് മുട്ടല്ലേ കുട്ടി? എല്ലാം മുട്ടണം. ഓൾ ദി ബെസ്റ്റ് മച്ചാ. ഓൾ ദി ബെസ്റ്റ് ഒക്കെ എൻ്റെ അടുത്ത്. ഇതിന് ചൂടെടുക്കണമെന്ന്. This is my first time in Giantville. No problem. I will take care of you. I'm feeling very scared. Don't worry. Babu ഇല്ലേ കൂടെ? എന്റെ പേര് ജോസി. എന്താ ഈ പേടിയുള്ള കുട്ടിയുടെ പേര്? സീമ. സീമ. ഓ സീമ, എന്ത് നല്ല പേര്. എനിക്ക് സിനിമാ നടി സീമയുടെ അഭിനയം എന്ത് ഇഷ്ടാന്നറിയോ? നിർത്തടോ. നിർത്തില്ലെന്ന് ഇഷ്ടമാണ്. കുട്ടി ഏതിനാ പഠിക്കുന്ന? പറയാ. ജേർണലിസം. ജേർണലിസം. ജേർണലിസം പഠിക്കുന്ന കുട്ടിക്കാണോ ഇത്ര പേടി? She is studying journalism, but she is panic. എന്റെ മാർത്ത് ചാരി കിടന്നോളൂ. കൈ എടുക്കണു. ഒരു ജോയിന്റ് വീല്. എന്റെ അമ്മേ, എന്തൊരു സ്പീഡ് അതിന്. മനുഷ്യന്റെ പ്രാണം പോയി. ഇതെന്തൊരു പോക്കാണ് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തേണ്ടത്. ഫ്രണ്ട് അല്ലേ? ഹലോ. ഹലോ. എന്താ പേര്? പ്രിംറോസ്. ഓ നൈസ് നെയിം. ഹായ്. ആടാ ഇത് ഹലോ, ഇതെന്റെ ഫ്രണ്ട് ആട്ടോ. ഹലോ. ഇത് എന്റെ ഫ്രണ്ട് സീമ. മറ്റേ കെട്ടിപ്പിടിച്ചാരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏയ് മിസ്റ്റർ, താൻ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു പെണ്ണെന്ന് ചിരിച്ച ആണുങ്ങൾ നോക്കിയെന്ന് സംസാരിച്ച അപ്പ പുറകെ കൂടിക്കോളും. ഫ്രണ്ടാണ് ബാക്ക് ആണെന്നൊക്കെ പറഞ്ഞു നാണല്ലോ തനിക്ക്. ഒരു പൂവാലം വന്നിരിക്കുന്നു. ബൈ ബൈ വെള്ളക്കുരങ്ങൻ. വെറുതെ അല്ല സീമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാത്തത്. ഷീലയുടെ അഭിനയം തന്നെ നല്ലത്. ആകെ വൃത്തികേടായി. ജൈന്റ് വീൽ എനിക്ക് പണ്ടേ കരവാ. ഇനി പാൻറ് ഉണക്കണം. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, I will give you $100 ടിപ്പ് എന്ന്. ടിപ്പ് തട്ടിപ്പായിരുന്നു. 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ. പോടാ. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാചനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ. MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം, എഞ്ചിനീയറിംഗ്. കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടിയെന്ന് വിചാരിക്കും. ഒരുമാതിരി പിന്നെ വർത്താനം പറയരുത്. പിന്നല്ലാതെ എടാ എന്താടാ? എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു 2000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. എത്ര? 2000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ? സാറേ സാറേ എന്ന്. സാറേ എന്ന് തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചതാ. എടാ, എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസവും 750 രൂപ കിട്ടുന്ന പരിപാടിയാ. ആഴ്ചയിൽ 5000 രൂപ. അനാശാസ്യം വല്ലതാണോടാ? പുച്ഛിക്കരുത്.
ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്. അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവര് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. അങ്ങനെ എത്ര ഇത് കാശ് ഞാൻ കൊടുക്കും. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല.